മാത്രല്ല ദുഹാ നിസ്കാരത്തെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വലാത്തുൽ അവ്വാബീൻ എന്നാണ്. സ്വലാത്തുൽ അവ്വാബീൻ. അവ്വാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖേദിച്ച് മടങ്ങുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നൊക്കെയാണ്. ഇപ്പോൾ ദാവൂദ് നബിയെ പറ്റിയിട്ടും സുലൈമാൻ നബിയൊക്കെ പറ്റിയിട്ട് പറയുന്ന ആയത്തുകളിൽ ഖുർആൻ നമുക്ക് കാണാം ഇന്നഹു അവ്വാബ്. ദാവൂദ് നബിയെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സുലൈമാൻ നബിയെ പറ്റിയിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു അവ്വാബ്, അവർ നല്ല അടിമകളായിരുന്നു, അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നവരായിരുന്നു, ഏതൊരു കാര്യത്തിലും അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരായിരുന്നു. അപ്പൊ അങ്ങനെ അവ്വാബുകളായ, ഖേദിച്ച് മടങ്ങുന്നവരായ, അള്ളാഹുവിനെ അനുസരിക്കുന്ന മനുഷ്യന്മാരുടെ ഗുണമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തു ദുഹയെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ആ 2 റക്അത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് എന്നും നിർവഹിക്കുന്നവർ അത് നിർവഹിച്ച് പോരുക. അത് ഇതുവരെ തുടങ്ങാത്തവരെന്ത് ചെയ്യുക? അത് തുടങ്ങുമെന്ന ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയും.